ടുഡേസ് തുല്യതാ മാത്തമാറ്റിക്സിലെ സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ മൂന്നാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഇതൊക്കെ മനക്കണക്കാണ്. ആദ്യം പറയുന്നത് കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന മനക്കണക്കുകളാണ്. അതിനുശേഷം മാത്രമേ നമ്മൾ സമവാക്യങ്ങൾ ഉപയോഗിച്ചുള്ള കണക്കിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഒരു പാത്രത്തിൽ കുറേ നാരങ്ങ ഉണ്ട്. ഇതിൽ നിന്നും 25 വിറ്റപ്പോൾ പാത്രത്തിൽ 27 ബാക്കിയായി. എങ്കിൽ പാത്രത്തിൽ എത്ര നാരങ്ങ ഉണ്ടായിരുന്നു? 25 വിറ്റു, 27 ബാക്കിയായി. അപ്പൊ വിറ്റതും ബാക്കിയായതും കൂടി കൂട്ടിയാൽ 25 + 27 52 നാരങ്ങ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ കൂടെ 7 കൂട്ടിയാൽ 22 കിട്ടും. സംഖ്യ ഏത്? 7 കൂട്ടിയാൽ 22 കിട്ടുമെങ്കിൽ ഈ 22 നിന്ന് 7 കുറച്ചാൽ ആ സംഖ്യ കിട്ടും. അപ്പൊ 22 നിന്ന് 7 കുറച്ചാൽ നമുക്ക് 15 എന്ന സംഖ്യ കിട്ടും. അടുത്തതായി മൂന്നാമത്തെ ചോദ്യം, ദിവസക്കൂലിയുടെ 1/6 ഭാഗം അയൽക്കൂട്ടത്തിന്റെ കുറിപ്പൈസ കൊടുക്കുന്നതിനായി എല്ലാ ദിവസവും മാറ്റിവെക്കുന്നു. ഇങ്ങനെ വേണു മാറ്റിവെക്കുന്ന തുക 125 രൂപയാണ്. എങ്കിൽ വേണുവിന്റെ ദിവസക്കൂലി എത്ര? ദിവസക്കൂലിയുടെ 1/6 ഭാഗമാണ് മാറ്റിവെക്കുന്നത്. അതിനർത്ഥം ഈ 125 എന്ന് പറയുന്നത് ദിവസക്കൂലിയുടെ 1/6 ഭാഗമാണ്. അപ്പൊ ടോട്ടൽ എത്രയാണ് അയാൾക്ക് കിട്ടുന്ന കൂലി? വേണുവിന് കിട്ടുന്ന കൂലി 6 ഗുണിക്കണം 125 അല്ലെ? 125നെ 6 കൊണ്ട് ഗുണിക്കണം. അങ്ങനെ ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന തുകയാണ് 750. 125 ഗുണിക്കണം 6 ചെയ്താൽ 750 കിട്ടും. ഓക്കെ. നാലാമത്തെ ചോദ്യം, ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 52 സെന്റിമീറ്റർ ആണ്. ഒരു വശത്തിന്റെ നീളം എത്ര? സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമായതാണ്. അപ്പോൾ ചുറ്റളവ് എന്ന് പറയുന്ന എല്ലാ വശങ്ങളും കൂടി കൂട്ടിയത്. ഒന്ന് എക്സ് ആണെങ്കിൽ എല്ലാം എക്സ് ആയിരിക്കും. അപ്പൊ എല്ലാരും കൂടി കൂട്ടിയാലാണ് ചുറ്റളവ്. അപ്പൊ എല്ലാരും കൂടി കൂട്ടിയാൽ 4x എന്ന് കിട്ടും. അതാണ് ചുറ്റളവ്. അതാണ് 52 എന്ന് ഇവർ പറയുന്നത്. 52 സെന്റിമീറ്റർ. അപ്പോൾ അതിൽ ഒരു വശത്തിന്റെ നീളം കിട്ടണമെങ്കിൽ 52നെ 4 കൊണ്ട് ഹരിക്കണം. 52നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 13 എന്ന് ഉത്തരം കിട്ടും. നമുക്ക് ഹരിച്ചു നോക്കുകയും ചെയ്യാം. ഇനി അഞ്ചാമത്തെ ചോദ്യം, രാജൻ കടയിൽ നിന്ന് 40 കിലോ അരി വാങ്ങിയപ്പോൾ ആകെ വിലയിൽ 60 രൂപ ഇളവ് കിട്ടി. ഓക്കെ. അരിയുടെ വിലയായി 1340 രൂപ നൽകി. അരിയുടെ യഥാർത്ഥ വില എത്രയായിരുന്നു? 1340 ആണ് ആള് നൽകിയത്. പക്ഷെ അത് 60 രൂപ ഇളവോട് കൂടിയിട്ടാണ്. അപ്പൊ ഇളവില്ലാണ്ട് എന്ന് പറയുമ്പോൾ 1340 ഈ 60 അങ്ങ് കൂട്ടിയാൽ നമുക്ക് 1400 എന്നൊരു ഉത്തരം കിട്ടും. 1400 ആയിരുന്നു ശരിക്കും കൊടുക്കേണ്ടിയിരുന്ന തുക. പക്ഷെ അതിൽ നിന്ന് 60 രൂപ ഇളവ് കിട്ടിയപ്പോൾ 1340 കൊടുത്ത് അരി വാങ്ങിക്കൊണ്ടുവന്നു രാജൻ. അത്രേ ഉള്ളൂ കഥ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാം. പക്ഷെ ചില ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങ് കൺഫ്യൂഷൻ ആവുകയും നമുക്ക് കൃത്യമായ ഉത്തരം കിട്ടാതെ വരികയും ചെയ്യും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സമവാക്യങ്ങൾ. സമവാക്യങ്ങൾ നമ്മൾ ആദ്യമേ രൂപീകരിച്ച് വെച്ച് സമവാക്യങ്ങൾ സോൾവ് ചെയ്യാൻ പഠിച്ച് നമ്മൾ ഇതേപോലെ ഇത്തരം ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തും. അപ്പൊ അതാണ് നമ്മൾ ഇനി മുതൽ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് സമവാക്യങ്ങൾ രൂപീകരിക്കാൻ പോകുന്നതെന്നും അതെങ്ങനെയാണ് സോൾവ് ചെയ്യാവുന്നതും നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ തന്നെ ചെയ്യാം. അപ്പൊ സമവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സമചിഹ്നം ഉപയോഗിച്ച് എഴുതുന്ന ഗണിതവാക്യങ്ങളെ സമവാക്യങ്ങൾ എന്ന് പറയുന്നു. ഇത് ഉപയോഗിച്ച് എഴുതുന്ന എന്നാണ്. സമചിഹ്നം ഉപയോഗിച്ച് എഴുതുന്ന ഗണിതവാക്യങ്ങളെ സമവാക്യങ്ങൾ എന്ന് പറയുന്നു. ഇനി അക്ഷരങ്ങൾ ഉൾപ്പെടുന്ന സമവാക്യങ്ങൾ നമുക്ക് എഴുതാം. അക്ഷരങ്ങൾ ഉൾപ്പെടാത്ത സമവാക്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറയാം, 5നോട് 2 കൂട്ടിയാൽ 7 അപ്പൊ ഇതിനകത്ത് അക്ഷരങ്ങളില്ല. ഞാൻ കുറെ അക്കങ്ങൾ നിരത്തി ഒരു സമം ചിഹ്നം ചേർത്ത് എഴുതിയപ്പോൾ അതൊരു സമവാക്യമാണ്. 5 + 2 7. പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്ത് അക്ഷരങ്ങൾ കൊണ്ടുവരും. ഏതെങ്കിലും ഒരു അക്ഷരം, ഒരു ഇംഗ്ലീഷ് ലെറ്റർ ഒക്കെ കൊണ്ടുവന്നിട്ടാണ് എഴുതുന്നത്. അതായത് x + 2 = 7. അപ്പൊ x നമുക്ക് അറിയാത്ത ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന സമവാക്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് നമ്മൾ പല ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടി അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള സമവാക്യങ്ങളാണ് രൂപീകരിക്കാറുള്ളത്. എന്നിട്ട് നമുക്ക് അക്ഷരം
കണ്ടുപിടിക്കലാണ് നമ്മൾ സോൾവിങ് എന്ന് പറഞ്ഞ പരിപാടി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇതിൽ എളുപ്പമുള്ള കുറച്ച് ചോദ്യങ്ങൾ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, ഒരു എണ്ണൽ സംഖ്യ n ആയാൽ, അപ്പോൾ ഒരു അക്ഷരം യൂസ് ചെയ്തു, നമ്മൾ ഒരക്ഷരം ഉപയോഗിച്ചു. ഒരു എണ്ണൽ സംഖ്യ n ആയാൽ തൊട്ടടുത്ത എണ്ണൽ സംഖ്യയും തൊട്ട് മുമ്പുള്ള എണ്ണൽ സംഖ്യയും എഴുതുക എന്നാണ്. അപ്പോൾ ആദ്യം ആൾക്ക് എന്തറിയണം? എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണുന്ന സംഖ്യ 1, 2, 3, 4 എക്സെട്ര 5, 6, 7 അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യയല്ലേ എണ്ണൽ സംഖ്യ. ഒരു എണ്ണൽ സംഖ്യയിൽ നിന്ന് അടുത്ത എണ്ണൽ സംഖ്യയിലേക്ക് എത്ര വ്യത്യാസമുണ്ട്? 1 അല്ലേ വ്യത്യാസം, അല്ലെ? 2ൽ നിന്ന് 3ലേക്കും 1 അല്ലേ വ്യത്യാസം, 3ൽ നിന്ന് 4ലേക്കും 1 അല്ലേ വ്യത്യാസം. അപ്പോൾ ഒരു എണ്ണൽ സംഖ്യയിൽ നിന്ന് അടുത്ത എണ്ണൽ സംഖ്യയിലേക്ക് 1 അല്ലേ വ്യത്യാസം, 1ന്റെ വ്യത്യാസമല്ലേ ഉള്ളത്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ള സംഖ്യനെ നമ്മൾ n ആയിട്ട് എടുത്താൽ, എണ്ണൽ സംഖ്യനെ n ആയിട്ട് എടുത്താൽ, തൊട്ട് അടുത്ത സംഖ്യ കിട്ടാൻ n-നോട് 1 കൂട്ടുകയും തൊട്ട് മുമ്പുള്ള സംഖ്യ കിട്ടാൻ n-ൽ നിന്ന് 1 മൈനസ് ചെയ്യുകയും ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് സംഖ്യ n, തൊട്ടടുത്ത സംഖ്യ n+1, തൊട്ട് മുമ്പുള്ള സംഖ്യ n-1. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെയും അതിൻ്റെ 3 മടങ്ങിൻ്റെയും തുക 8 ആണ് എന്നത് ഗണിത ഭാഷയിൽ എഴുതുക. ഒരു സംഖ്യ, അതിന് ഞാൻ x ആയിട്ട് എടുത്തു, സംഖ്യേനെ x ആയിട്ട് എടുത്തു. അപ്പോൾ അതിൻ്റെ 3 മടങ്ങിനെ എനിക്ക് 3x എന്നെടുക്കാം. അപ്പോൾ സംഖ്യ x, അതിൻ്റെ 3 മടങ്ങ് 3x. ഇതിൻ്റെ തുക എന്ന് പറയുമ്പോൾ ഇവർ രണ്ടാളും കൂടി കൂട്ടുക, x + 3x സമം തന്നിട്ടുള്ളത് 8 എന്നാണ്. അപ്പം നമ്മൾ 8 എഴുതി കൊടുക്കും. ഓക്കെ, ഇവിടെ നിങ്ങളെടുത്ത് x എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ചോദ്യമില്ല, ഈ സമവാക്യം രൂപീകരിക്കാനുള്ള ചോദ്യമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് x കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളും വരാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 6ാമത്തെ ചോദ്യം. ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം x മീറ്റർ ആയാൽ അതിൻ്റെ ചുറ്റളവ് എത്ര മീറ്റർ ആണ്? ഞാനൊരു സമചതുരം വരച്ചിട്ടുണ്ട്. സമചതുരം എന്ന് പറഞ്ഞാൽ ഒരു വശം x ആയാൽ എല്ലാ വശവും x ആകുന്നതല്ലേ സമചതുരം. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും കൂടി കൂട്ടിയാൽ കിട്ടുന്ന തുകയല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എല്ലാം കൂടി കൂട്ടുക എന്ന് പറയുമ്പോൾ എല്ലാം കൂടി കൂട്ടിയാൽ x + x + x + x ദാറ്റ് ഈസ് ഈക്വൽ ടു 4x, 4x. അതിപ്പോൾ നമുക്ക് ഒരു വശം x ആണെങ്കിൽ 4 വശം 4x എന്ന് ഒറ്റയടിക്ക് അങ്ങ് എഴുതാവുന്നതേ ഉള്ളൂ. അത് സമചതുരമാകുമ്പോഴാണ് കേട്ടോ. സമചതുരത്തിനാണ് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്നത്, എല്ലാ വശങ്ങളും തുല്യമായത് കൊണ്ട്. ഇനി 7ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുക. 4 കള്ളികളുണ്ട്, അതായത് ചിലത് സമചതുരമാണ്, ചിലത് ചതുരമാണ്. ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനോടനുബന്ധിച്ച്. എ പാർട്ട് ഇതാണ്. ചുവപ്പ് സമചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. നമ്മൾ നോക്കുമ്പോൾ ഈ ചുവപ്പ് മാത്രമാണ് സമചതുരം, എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ളത് ചുവപ്പ് മാത്രമാണ്. നമുക്ക് ഈ നീല എന്ന് പറയുന്നത് ചതുരമാണ്, ഇത് മഞ്ഞ ചതുരമാണ്, പച്ച ചതുരമാണ്, ചുവപ്പാണ് സമചതുരം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ചുവപ്പ് സമചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുമ്പം വശം ഇൻറ്റു വശമാണ്, എല്ലാ വശങ്ങളും തുല്യമാണല്ലോ, വശം ഇൻറ്റു വശം. ഇവിടെ വശം എന്താണെന്ന് നോക്കാം. സമചതുരത്തിന് ഇവിടെ ചുവപ്പ് സമചതുരത്തിന് ഒരു വശം x ആണ്, എല്ലാ വശങ്ങളും x ആണ്. അപ്പോൾ x ഗുണിക്കണം x സമം x². x² എന്ന് പറഞ്ഞാൽ x-ൻ്റെ വർഗം, വശത്തിൻ്റെ വർഗം, അതാണ് അതിൻ്റെ പരപ്പളവ്. ഇനി ബി പാർട്ട് പരിശോധിച്ചാൽ ബി, അടുത്ത ക്വസ്റ്റ്യൻ. പച്ച സമചതുര ഇത് ചതുരമാണ്, സമചതുരമല്ല, പച്ച ചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മളുടെ പച്ച ചതുരം. പച്ച ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ അത് ചതുരമാണ്, സമചതുരമല്ല. അപ്പം അതിന് നമുക്ക് വശം ഇൻറ്റു വശം എന്ന് എഴുതാൻ പറ്റില്ല. നീളം ഗുണിക്കണം വീതി സമം നീളം എത്രയാണെന്ന് പരിശോധിക്കണം. അപ്പോൾ എക്സും ഉണ്ട് നീളമായിട്ട് ഇല്ലേ, ഒരു വശം x ആണ്, മറ്റൊരു വശം എന്താണ് 3 ആണ്. അപ്പം നമുക്ക് നീളമായിട്ട് x ആണല്ലോ വലുത്, അപ്പം അതിനെ നമുക്ക്
നീളമായിട്ടും എക്സ് ഗുണിക്കണം 3, എക്സ് ഗുണിക്കണം 3 അല്ലെങ്കിൽ 3 ഗുണിക്കണം എക്സ് എന്നൊക്കെ എഴുതാം. അത് ഉത്തരം 3x എന്നാണ്. അടുത്തത് മഞ്ഞ ചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. മഞ്ഞ ചതുരം ഇവിടെയാണ്. അതിനും ഒരു വശം, അതായത് നീളമായിട്ട് നമുക്ക് എക്സ് എടുക്കാം, വീതിയായിട്ട് നമുക്ക് 2 എടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ പരപ്പളവായിട്ട് 2 ഗുണിക്കണം എക്സ്, എക്സ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാലും 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാലൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ 2x എന്ന് ഉത്തരം കിട്ടും. ഒരു വൃത്തിക്ക് എഴുതുമ്പോൾ നമുക്ക് 2x എന്ന് എഴുതാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നീലചതുരത്തിൻ്റെ പരപ്പളവും കൂടി കണ്ടുപിടിക്കാനുണ്ട്. നീലചതുരത്തിൻ്റെ പരപ്പളവ്, നീലചതുരം നമുക്കൊന്ന് പരിശോധിക്കാം. അതിൻ്റെ ഒരു വശം 3 ആണ് അല്ലേ, ഈ 3 തന്നെയല്ലേ ഇവിടെയും വരിക. അപ്പോൾ ഇത് 3 ആണ്, ഇവിടെയും 3 ആണ് വരിക. ഒരു വശം 3, അടുത്ത വശം 2 അല്ലേ. അപ്പോൾ 3 ഗുണിക്കണം 2 സമം 6. അപ്പം നീലചതുരത്തിൻ്റെ പരപ്പളവ് 3 ഗുണിക്കണം 2 സമം 6. ഇനി അടുത്ത ചോദ്യം എന്താണ്? 4 ചതുരങ്ങളും ഉൾപ്പെടുന്ന വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. നമുക്ക് എല്ലാ ചതുരത്തിൻ്റെ പരപ്പളവും കയ്യിലുണ്ടല്ലോ, അവരെ തമ്മിൽ അങ്ങ് കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് എന്താ ഉത്തരം കിട്ടുക? x² ആണ് 1, ഇതിൻ്റെ ചുവപ്പിൻ്റെ. പച്ചൻ്റെത് 3x, മഞ്ഞൻ്റെത് 2x പ്ലസ് ലാസ്റ്റ് നീല ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ 6. അപ്പോൾ ഇവരെല്ലാവരും കൂടി കൂട്ടുമ്പോൾ 2 പ്രാവശ്യം എക്സ് ആവർത്തിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ 2x ഉണ്ട്, അല്ല 2x ഉണ്ട് 3x ഉണ്ട്. അപ്പോൾ 2x ഉം 3x കൂടി കൂട്ടിയാൽ 5x എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ഇത് x² പ്ലസ് 5x പ്ലസ് 6 എന്ന് എഴുതാം. ഈ x² എക്സിനോട് കൂട്ടാൻ പറ്റില്ല. x² വേറെ എക്സ് വേറെ, ഇത് കോൺസ്റ്റന്റ്, അതായത് നമ്പർ മാത്രം. ഇതിൽ ചരം ഇല്ല, ഇതില്ല, സംഖ്യ അല്ല, ചരമില്ല. ചരം നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ അകത്ത് അക്ഷരമില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് പക്ഷെ വേറൊരു രീതിയിലും കണ്ടുപിടിക്കാം. ഇതിപ്പോൾ നമ്മൾ എല്ലാവരും കൂടി കൂട്ടിയതാണ്. അതിന് പകരം നമുക്ക് ഈ വലിയ സമചതുരത്തിൻ്റെ വലിയ ചതുരത്തിൻ്റെ നീളവും വീതിയും എടുത്തിട്ടും ഇത് ചെയ്യാമല്ലോ. അപ്പോൾ നീളം ഒന്ന് ചെയ്തു നോക്കാം. നീളം നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കുക, ഈ ഒരു ചതുരത്തിന് ഇവിടെ ഇത്രയാണ് നീളമായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് എത്ര എടുക്കാം? അത് 2 + x, നീളമായിട്ടല്ല വീതിയായിട്ട്. അപ്പോൾ 2 + x. ഇനി നീളമായിട്ട് നമുക്ക് ഇതെടുക്കാം, ഇത്ര. അതെത്രയാണ് വരുന്നത്? 3 + x ഇല്ലേ, 3 + x. അപ്പോൾ ഈ നീളം, അതെന്തുകൊണ്ടാണ് ഞാൻ നീളം 3 + x വീതി 2 + x എന്ന് പറഞ്ഞാൽ നീളം വീതിനേക്കാൾ കൂടുതലായിട്ടല്ലേ നമ്മൾ പറയാം. അപ്പം നീളം ഗുണിക്കണം വീതി എന്ന് പറയുമ്പോൾ ഇവിടെ 3 + x-നെ 2 + x കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതായത് 3-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 6, 3-നെ x കൊണ്ട് ഗുണിച്ചാൽ 3x, പിന്നെ x-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2x, x-നെ x കൊണ്ട് ഗുണിച്ചാൽ x². ഇത് നമുക്ക് നേരത്തെ കിട്ടിയ അതേ ഉത്തരത്തിലേക്ക് വന്നു. ആദ്യം x²-നെ എഴുതിയാൽ x², 3x-ഉം 2x-ഉം കൂട്ടിയിട്ട് 5x എന്ന് എഴുതാം പ്ലസ് 6. അപ്പം നീളം ഗുണിക്കണം വീതി എന്ന് പറയുമ്പോൾ x² + 5x + 6. ഈ രീതിയിൽ ചെയ്താലും അല്ല നമുക്ക് എല്ലാവരും കൂടി കൂട്ടി എഴുതിയാലും ഒക്കെ ഒരേ ഉത്തരം കിട്ടുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്, കുറച്ച് ലെങ്തി ആയി പോയെന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് ചെയ്തു നോക്കാം ക്വസ്റ്റ്യൻസ് ആണ്. ചെയ്തു നോക്കാം ക്വസ്റ്റ്യൻസിൽ നമ്മളെ ചോദ്യം ഇതാണ്: ശാലിനി കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണം. ഒന്നാമത്തെ ചോദ്യം: തങ്കം കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണത്തിൻ്റെ 2 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. ഓക്കെ, ശാലിനി 37 കറ്റകൾ കൊയ്തപ്പോൾ തങ്കം എത്ര കറ്റകൾ കൊയ്തു? ഒന്നുകൂടി വായിച്ചു നോക്കുക. ശാലിനി കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണം തങ്കം കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണത്തിൻ്റെ 2 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്.
ശാലിനി 37 കറ്റകൾ കൊയ്തപ്പോൾ തങ്കം എത്ര കറ്റകൾ കൊയ്തു? അപ്പൊ നമുക്ക് എന്താണ് ഇതിൽ കണ്ടുപിടിക്കാനുള്ളത് നോക്കാം. തങ്കം എത്ര കറ്റകൾ കൊയ്തു? തങ്കം കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിനെ എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, തങ്കം കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണം. തങ്കം കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിനെയാണ് എക്സ് ആയിട്ട് എടുക്കുന്നത്. എണ്ണം എക്സ് എന്ന് എടുക്കാം, സമം എക്സ്. നമുക്കറിയാത്തത് അതാണ്. ഇനി ശാലിനി കൊയ്തത് എക്സിന്റെ ടേംസിൽ എഴുതാം. അതായത് ശാലിനി കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണം, ശാലിനി കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണം സമം തങ്കം കൊയ്തതിൻ്റെ 2 മടങ്ങിനേക്കാൾ 2x 1 കൂടുതൽ. അപ്പൊ 2x + 1. പിന്നെ അവർ തന്നിട്ടുണ്ട് ശാലിനി കൊയ്തത് 37 ആണ്. അതായത് ശാലിനി കൊയ്ത 2x + 1 = 37 ആണ്. അപ്പൊ പിന്നെ ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ, തങ്കം കൊയ്തത് കണ്ടുപിടിച്ചൂടെ? ഈ എക്സ് ഉള്ള ആളിനെ ലെഫ്റ്റ് സൈഡിൽ, ഇടത് സൈഡിൽ അവിടെ വെക്കുക. 2x = 37നോട് ഈ 1 അപ്പുറത്തെ സൈഡ് കൊണ്ടുപോകുമ്പോൾ -1 ആയി മാറും. ഇവിടെ +1 അല്ലേ, ഇവിടെ അപ്പം -1 ആയി മാറും. അപ്പം 37 - 1 എന്ന് പറയുമ്പോൾ 36. 2x ആണ് 36. അപ്പൊ x = 36. ഇവിടെ x = 36/2. അതായത് ഇവിടെ ഗുണിക്കണം എന്നുള്ള 2 മറ്റേ സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഹരിക്കണം എന്നായി മാറുന്നു. 36/2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 18. അപ്പൊ തങ്കം കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണം 18. ക്ലിയർ അല്ലേ? എന്താണോ കണ്ടുപിടിക്കാനുള്ളത് അതാണ് എക്സ് ആയിട്ട് എടുക്കേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന 8 പേർക്ക് ലഭിച്ച കൂലിയുടെ കൂടെ 40 രൂപ കൂടി കൂട്ടിയിരുന്നെങ്കിൽ 2200 രൂപയാകുമായിരുന്നു. എങ്കിൽ ഒരാൾക്ക് ലഭിച്ച കൂലി എത്ര? ഒരാൾക്ക് ലഭിച്ച കൂലിയാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ഒരാൾക്ക് ലഭിച്ച കൂലിനെ എക്സ് ആയിട്ട് എടുക്കണം. ഒരാൾക്ക് ലഭിച്ച കൂലി എക്സ് ആയിട്ട് എടുത്തു. അപ്പൊ 8 പേർക്ക് ലഭിച്ച കൂലി, 8 പേർക്ക് ലഭിച്ചത് നമുക്ക് 8x ആയിട്ട് എടുക്കാം, സമം 8x. ഇനി അവർ തന്ന കാര്യം നോക്കാം. 8 പേർക്ക് ലഭിച്ച കൂലിയുടെ കൂടെ 40 രൂപ കൂട്ടാൻ. അപ്പൊ 8xനോട് 40 കൂട്ടിയാലാണ് നമുക്ക് 2200 കിട്ടുന്നത്. ഓക്കെ, നമുക്കിനി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആരെയാ കണ്ടുപിടിക്കേണ്ടത്? ഈ എക്സിനെ കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് ഉള്ള ടേമിനെ, അതായത് 8x എന്ന് പറഞ്ഞതിനെ നമ്മൾ ഇടതുവശത്ത് തന്നെ വെക്കുക. എന്നിട്ട് ഈ 40 എന്ന് പറഞ്ഞത് ഇവിടെ പ്ലസ് ആണ്, അതിനെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ 2200 നിന്ന് 40 അങ്ങ് മൈനസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2160 കിട്ടും. അപ്പൊ 8x ആണ് 2160. നമുക്ക് വേണ്ടത് ഈ എക്സ് ആണ്. അപ്പൊ നമ്മൾ എക്സിനെ മാത്രം അവിടെ വെച്ചിട്ട് 8നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2160/8 എന്ന് വരും. മനസ്സിലാക്കുക, 8 ഇവിടെ ഗുണിക്കലായിരുന്നപ്പോൾ മറ്റേ സൈഡിലേക്ക് വന്നപ്പം അത് ഹരിക്കലായി അല്ലേ? ഒരു സൈഡിൽ ഗുണിക്കലാണെങ്കിൽ മറ്റേ സൈഡിലേക്ക് വരുമ്പോൾ അത് ഹരിക്കലായി അല്ലേ? അതാണ് അതിൻ്റെ ഒരു ഐഡിയ. അപ്പം എക്സ് സമം 2160/8. 2160/8 അത് നമുക്ക് വെട്ടിച്ചുരുക്കേണ്ടവർക്ക് വെട്ടിച്ചുരുക്കാം, അല്ലെങ്കിൽ ഹരിക്കേണ്ടവർക്ക് ഹരിക്കാം. അപ്പോൾ 2 8 16, 16 കഴിഞ്ഞാൽ പിന്നെ 5 ബാക്കി, 5 56, 56 8 7 പ്രാവശ്യം പോവും. അപ്പം 7 8 56 കൃത്യമായിട്ട് പോകും. അപ്പം ഈ 0 കൂടി ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 270 എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടും. 270 രൂപയായിരുന്നു ഒരാളുടെ കൂലി. ഇനി നിങ്ങൾക്കിത് വെട്ടിച്ചുരുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതാണ് ഉത്തരം. അപ്പോൾ ഒരാൾക്ക് ലഭിച്ച കൂലിയാണ് എക്സ് ആയിട്ട് എടുത്തത്. എന്താണോ ചോദിക്കുന്നത് അത് എക്സ് ആയിട്ട് എടുക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം, കൃഷ്ണന്റെ വാഴത്തോട്ടത്തിൽ 47 വാഴകൾ ഉണ്ട്. കൃഷ്ണന്റെ കയ്യിൽ 47 വാഴകൾ ഉണ്ട്. ഇത് രവീന്ദ്രന്റെ തോട്ടത്തിലുള്ള വാഴകളുടെ 3/4 ഭാഗത്തേക്കാൾ ഒന്ന് കുറവാണ് എങ്കിൽ രവീന്ദ്രന്റെ തോട്ടത്തിൽ എത്ര വാഴകളുണ്ട്? അപ്പൊ ചോദ്യത്തിന്റെ അവസാനം ശ്രദ്ധിക്കുക. രവീന്ദ്രന്റെ തോട്ടത്തിൽ എത്ര വാഴകളുണ്ട്? നമ്മൾ അതങ്ങ് എടുക്കുന്നു. രവീന്ദ്രന്റെ തോട്ടമാണ് ഹൈലൈറ്റ്. രവീന്ദ്രന്റെ തോട്ടത്തിലെ വാഴകളുടെ എണ്ണം, രവീന്ദ്രന്റെ തോട്ടത്തിലെ വാഴകളുടെ എണ്ണം ആണ് നമ്മുടെ എക്സ്. അപ്പൊ ഇനി കൃഷ്ണന്റെ തോട്ടത്തിലെ വാഴകൾ, ഇവർ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാം. കൃഷ്ണന്റെ തോട്ടത്തിലെ വാഴകളുടെ എണ്ണം, രവീന്ദ്രൻ്റെതിൻ്റെ 3/4 ഭാഗത്തേക്കാൾ, അതായത് 3/4 എക്സിനേക്കാൾ 1 കുറവാണ്. അപ്പൊ -1. ഇനി അവർ തന്നിട്ടുണ്ട് കൃഷ്ണന്റെ തോട്ടത്തിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് തന്നിട്ടുണ്ട്. അതായത് ഈ 3/4 എക്സ് -1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് അവർ തന്നിട്ടുണ്ട് 47. അപ്പോൾ അത് 47 ആണ്. അപ്പോൾ ഒരു സമവാക്യം നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ സമവാക്യം. ഇനി ഈ സമവാക്യത്തിനെ സോൾവ് ചെയ്യുക, അതായത് എക്സ് കണ്ടുപിടിക്കുക ഇതിൽ നിന്ന്. അതാണ് നമ്മളെ അടുത്ത പണി. ഇവനാണ് എക്സ്. അപ്പോൾ എക്സ് ഉള്ള ടേം എന്ന് പറഞ്ഞാൽ 3/4 എക്സ് ആണ്. അതിനെ അവിടെ വെച്ചേക്കുക. മറ്റവനുണ്ടല്ലോ ഈ -1, ആ -1ന് അതർ സൈഡിലേക്ക് പോകുമ്പോൾ 47ൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അത് +1 ആയിട്ട് മാറും. അപ്പോൾ 47 + 1 = 48. അപ്പോൾ 3/4 എക്സ് എന്ന് പറഞ്ഞാൽ 48. ഇനിയുള്ള പണി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആരെയാ വേണ്ടത്? എക്സിനെയാണ് വേണ്ടത്. അപ്പോൾ എക്സിനെ അവിടെ വെച്ചോ. ബാക്കിയുള്ളവന്മാർ രണ്ടുപേരും അപ്പുറത്തെ സൈഡിലേക്ക് പോട്ടെ. 3/4 ആണ് ഇവിടെ എങ്കിൽ അപ്പുറത്ത് പോകുമ്പോൾ ഇയാൾ 4/3, നേരെ ഉൾട്ടയാവും അല്ലേ? അപ്പോൾ 48. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗുണിച്ചത് 3 കൊണ്ട് അതർ ഓപ്പോസിറ്റ് സൈഡിൽ പോകുമ്പോൾ RHSലേക്ക് പോകുന്ന സമയത്ത് 48ൻ്റെ അടുത്തെത്തുമ്പോൾ അത് ഹരിക്കലാവും. ഈ ലെഫ്റ്റ് സൈഡിൽ LHSൽ അത് ഹരിച്ചത് അപ്പുറത്ത് പോകുമ്പോൾ ഗുണിക്കലാവും. ഇനി നമുക്ക് ഇവരെ വെട്ടിച്ചുരുക്കാം എളുപ്പത്തിൽ. 3നെയും 48നെയും വെട്ടിയാൽ 40 ഇതിൽ ഒരു 3, 18ൽ 6 3, 4 × 16, 4 × 16 എന്ന് പറയുമ്പോൾ 64 അല്ലേ? 16 × 4, 6 4 24, 4 ബാക്കി 2, 1 4, 4 2 6, 64. അങ്ങനെ നമുക്ക് കൃഷ്ണന്റെ തോട്ടത്തിലെ വാഴകളുടെ എണ്ണം ഉപയോഗിച്ച് രവീന്ദ്രന്റെ തോട്ടത്തിലെ വാഴകളുടെ എണ്ണം കിട്ടിയിട്ടുണ്ട് 64. ഓക്കെ, ഇനി 2 അക്ഷരങ്ങൾ ഉൾപ്പെടുന്ന സമവാക്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് അടുത്ത പാർട്ടായിട്ട് ചെയ്യാം. അതുവരേക്ക് ഇതൊക്കെ പഠിച്ച് സെറ്റാക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.